തോലിൻ്റെ വിരിപ്പിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കാറ്. അതിൻ്റെ ഉള്ളിൽ പനനാരായിരുന്നു. 2 മുഴമായിരുന്നു അതിൻ്റെ ഏകദേശ നീളം. ഒരു മുഴവും ഒരു ചാൺ വീതിയുമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിരിപ്പ് ഒരു അൻസാരി സ്ത്രീ കണ്ടു. അവർ കമ്പിളിയുടെ ഒരു വിരിപ്പ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് സമ്മാനിച്ചു. വീട്ടിൽ വന്നപ്പോൾ പുതിയ വിരിപ്പ് നബിയോരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അന്വേഷിച്ചു. സംഭവം അറിഞ്ഞപ്പോൾ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു: അത് തിരിച്ചു കൊടുത്തേക്ക് ആയിഷ. ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പടച്ചവൻ സ്വർണ്ണമലകളെപ്പോലും നൽകുമായിരുന്നു. അവിടുത്തെ ലാളിത്യമാണിത്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരുദൂതരുടെ മുതുകിലെ പാടുകൾ കണ്ട് കരഞ്ഞുപോയി. എന്തേ കരയുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. നബിയെ, കിസ്രയും കൈസറും എല്ലാം പട്ടിൽ കിടക്കുന്നു. അങ്ങാവട്ടെ ഈ പരുക്കൻ വിരിപ്പിലും. സമ്മതം തന്നാൽ ഞങ്ങൾ നല്ലത് വിരിച്ചു തരുമല്ലോ എന്നായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. യാത്രക്കിടയിൽ ചെറിയൊരു തണല് കൊള്ളാൻ മരത്തിന് താഴെ നിൽക്കുന്ന ഒരാൾ മാത്രമാണ് ഇവിടെ ഞാൻ. ആവശ്യം കഴിഞ്ഞാൽ പോകും എന്നായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യുത്തരം. സർവ്വസുഖ സൗകര്യങ്ങൾക്കും അവിടത്തേക്ക് അവസരമുണ്ട്. പക്ഷേ അതെല്ലാം നിരസിച്ച് വിനയത്തോടെയും ലാളിത്യത്തോടെയുമാണ് അവിടുന്ന് ജീവിച്ചത്. അവിടുന്ന് ഉപയോഗ വസ്തുക്കളിലെല്ലാം ഈ എളിമ തെളിഞ്ഞു കാണാം.